ഹായ്, എല്ലാവർക്കും നമസ്കാരം. ധർമ്മരാജ് യൂട്യൂബ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇത് യാതൊരു വിധത്തിൽ ഓൺ ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. കുത്തി പ്ലഗ് ചെയ്തു, ഇവിടെ ഓൺ ആക്കിയിട്ട് യാതൊരു വിധ ഇതിലും അത് ഓൺ ആവുന്നില്ല. ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റും ആണോ എന്താണെന്നുള്ളത് നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ സ്പീക്കർ ഉണ്ടോ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ചെറിയ സ്പീക്കറുണ്ട്. ചെറിയ രീതിയിലുള്ളൊരു മ്യൂസിക് സിസ്റ്റമാണ്. FM ഉണ്ട്, കുഴപ്പമില്ല, നല്ലൊരു ഇതാണ്. നമുക്ക് ആദ്യമേ സ്പീക്കറിൻ്റെ കണക്ഷൻ അങ്ങ് പിടിക്കാം. സ്പീക്കറിൻ്റെ കണക്ഷൻ അങ്ങ് പിടിച്ചു. നമുക്ക് വർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മീറ്റർ എടുത്തു AC വോൾട്ടിൽ നമ്മൾ ഔട്ട്പുട്ട് നോക്കുകയാണ്. AC DC വോൾട്ടിൽ തന്നെ നോക്കാം. AC വോൾട്ടിൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നമ്മുടെ റെഗുലേറ്റർ ICയുടെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഗുലേറ്റർ IC ഇതിൻ്റെ ഔട്ട്പുട്ടില്ല, -0.03 ഫ്ലക്ച്വേഷൻ 5 എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇൻപുട്ടിലും ഒന്നും കാണിക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് ട്രാൻസ്ഫോമർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കോഡ് വയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. ഇത് കോഡ് വയറിന് കണക്ഷൻ കൊടുത്തു, ഇവിടെ ഒന്നുമില്ല. നമ്മൾ ബീപ്പ് മോഡിലേക്ക് ഇട്ടു. ബീപ്പ് മോഡ് വൺ സൈഡ് കറക്റ്റാണ്, സെക്കൻഡ് സൈഡും കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ട്രാൻസ്ഫോമർ വർക്കിംഗ് ആണോ നമുക്ക് നോക്കാം. ഇല്ല, ട്രാൻസ്ഫോമർ കോയിൽ പോയിരിക്കുകയാണ്. നമുക്കിവനെ അഴിച്ചു വിട്ടിട്ട് ട്രാൻസ്ഫോമർ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇത് ട്രാൻസ്ഫോമർ വന്നിട്ട് 12 വോൾട്ട് 1 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചേർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ഇട്ട് തരുന്നതാണ്. ചെറിയ രീതിയിലൊക്കെ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ട്രാൻസ്ഫോമർ അഴിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് ലൂസായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഈ കണക്ഷൻ ഇവിടെ നിന്ന് അങ്ങ് ഊരി വിടണം. എന്നിട്ട് വയർ കേബിളൊന്നും പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓരോ ലൈനും ഊരി ഇങ്ങെടുക്കുക. ഇത് വന്നിട്ട് 012 ഈ ട്രാൻസ്ഫോമർ. അപ്പോൾ ആ രീതി തന്നെ അവനെ ഊരി ഇങ്ങെടുക്കുക. ഊരി ഇങ്ങ് മാറ്റി വേറെ നമ്മൾ മറ്റൊരു 012 1 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഇട്ട് കൊടുക്കാം. ട്രാൻസ്ഫോമർ സെയിം അളവാണ്. ഒരു ട്രാൻസ്ഫോമർ നല്ലതാണെന്ന് അറിയാൻ നമ്മുടെ AC കൊടുക്കുന്ന സൈഡിൽ ബീപ്പ് മോഡിലിടുക. ബീപ്പ് മോഡിലിട്ടിട്ട് പറ്റുമോ, ബീപ്പ് മോഡിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ കാണിക്കും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് നമുക്ക് അതേപടി തന്നെ നമുക്ക് ചെറിയ ചെറിയ ട്രാൻസ്ഫോമറുകളൊക്കെ അങ്ങനെ ഹോംസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ആ കണക്ഷൻ കറക്റ്റാണ്, കട്ടായി പോയിട്ടില്ല. നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം.
നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തത് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കൂടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളിത് ഔട്ട്പുട്ട് ഇവിടെ ഡയോഡ് വരുന്നുണ്ട്. ആ ഡയോഡിലേക്ക് കണക്ഷൻ കൊടുക്കണം. എന്നിട്ട് AC ലൈനും കൂടെ കണക്ഷൻ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ AC ലൈനിൽ ഔട്ട്പുട്ട് നമ്മളിവിടെ സോൾഡർ ചെയ്യുകയാണ്. ഔട്ട്പുട്ട് നമ്മൾ സോൾഡർ ചെയ്തു അതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വരുന്ന നമ്മുടെ AC ലൈനില്ലേ, ആ AC ലൈന് മാക്സിമം സോൾഡർ ചെയ്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. കാര്യം വെച്ചാൽ ഇൻ കേസ് അത് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടി നമ്മൾ സോൾഡർ ചെയ്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. മാക്സിമം വൃത്തിയായിട്ട് തന്നെ ചെയ്ത് മാറാൻ നോക്കണം. എടുത്തിട്ട് സോൾഡിങ് ഇതുപോലെ തന്നെ സോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ ഒരു ചെറിയ രീതിയിൽ ഇൻസുലേഷനും കൂടെ കൊടുത്ത് നമുക്കതിനെ സൈഡിലേക്ക് ഒതുക്കി വെക്കാം. ഓക്കെ, നല്ലപോലെ ഇൻസുലേഷൻ ചെയ്ത് സൈഡിലേക്ക് ഒതുക്കി വെക്കാം. ഇതേപോലെ തന്നെ വൃത്തിയായിട്ട് ഒതുക്കി ഇൻസുലേഷൻ ചെയ്ത് ഒതുക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ സൈഡിലായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്പീക്കറിൻ്റെ കണക്ഷൻ കൂടി ഒന്ന് കൊടുക്കാം. സ്പീക്കറിൻ്റെ കണക്ഷൻ മാറിപ്പോകാതെ ക്ലാവ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സോൾഡറിങ് കാര്യങ്ങളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുത്തി ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ ഔട്ട്പുട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റെഗുലേറ്റർ ICയിൽ എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ബോഡി മൈനസ് ഔട്ട്പുട്ട് മൈനസ് കിട്ടുന്നില്ല. സോറി, മൈനസ് 5 വോൾട്ട് ഔട്ട്പുട്ട് ആയിട്ടുണ്ട്. ഇൻപുട്ട് വന്നിട്ട് $13 വോൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടിയിട്ടുള്ളതാണ്. 13 വോൾട്ട് സെറ്റ് 100% വർക്കിംഗ് ആയിട്ടുണ്ട്. ഉണ്ടോ, ഞാൻ കേൾക്കാമെന്ന് തോന്നുന്നു. റേഡിയോ ആണ് വെച്ചിരിക്കുന്നത്, FM ആണ് വെച്ചിരിക്കുന്നത്. വെച്ചിരിക്കുന്നത് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. റേഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്.